This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പിതാവിനെ ഞാൻ കാണുമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒന്നാമതായി ദൈവത്തിൻ്റെ ഭരണം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയും തുടർന്ന് അവൻ്റെ രാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്താണ് ദൈവ തേജസ്സിൻ്റെ അർത്ഥം? ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവൻ്റെ തേജസ്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവൻ്റെ സമ്പൂർണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ടവരായി അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ കൂടെ താമസിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിക്കുകയും ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം വിളിച്ച് തെരഞ്ഞെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം. കഴിഞ്ഞ 13 എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ 4 സത്യങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുകയായിരുന്നു. അതിൽ ഒന്നാമത്തേത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളാണ്. രണ്ടാമത്തേത് ആ പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രൻ മുഖാന്തരം വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ്. മൂന്നാമതായി വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു കൂട്ടം വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ്. നാലാമതായി ഉൽപ്പത്തി പുസ്തകം തുടങ്ങി മലാഖി വരെയുള്ള, ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ സ്വർഗത്തിലെ പിതാവാം ദൈവം ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് അരുളി ചെയ്തിരിക്കുന്ന ദൈവിക സന്ദേശങ്ങളാണ്. ഈ 4 കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശ്യം അവന് ഒരു കുടുംബം ആവശ്യമാണ്. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രീപുത്രന്മാരെ അവൻ ആവശ്യമായതുകൊണ്ടാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഒന്നാമത്തെ പുത്രനായ ആദാം ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. തുടർന്ന് ആദമിൻ്റെ ഒരു മകനായ ശേത്തിൻ്റെ തലമുറകളിലൂടെ ദൈവം ഈ ഭൂമിയിൽ തൻ്റെ കുടുംബത്തിൻ്റെ വ്യവസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെട്ട ശേത്തിൻ്റെ തലമുറക്കാരും ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. ദൈവം ആ തലമുറയെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയും നോഹയും കുടുംബത്തെയും മാത്രം രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് നോഹയുടെ വംശപാരമ്പര്യത്തിലൂടെ ദൈവം തനിക്കായി ഒരു മനുഷ്യനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് ആബ്രഹാം എന്നാണ്. ആബ്രഹാമിലൂടെ ദൈവം തനിക്ക് ഒരു വലിയ കുടുംബത്തെ ഭൂമിയിൽ സൃഷ്ടിച്ചു. അവരുടെ പേര് ഇസ്രായേൽ മക്കളെന്നാണ്. പക്ഷേ ഇസ്രായേൽ മക്കളും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. ആദമിൻ്റെയോ ശേത്തിൻ്റെ തലമുറക്കാരുടെയോ ഇസ്രായേൽ ജനത്തിൻ്റെയോ മത്സരമോ അനുസരണക്കേടോ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കുടുംബം പുനഃസ്ഥാപിക്കുക എന്ന ദൈവിക പദ്ധതിക്ക് നീക്കം വരുത്തിയില്ല. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അവരെ രക്ഷിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കുടുംബത്തിന് തുടക്കം കുറിച്ചു. ഇപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കൾ ആകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് അയച്ച് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് സദാ സാക്ഷ്യം പറഞ്ഞ് ആ പുത്രത്വ പദവി നമ്മിൽ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പരിശുദ്ധ ആത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ആബാ പിതാവേ എന്ന് ദൈവത്തെ നമുക്ക് പകരമായി വിളിക്കുകയും ചെയ്യുകയാണ്. ക്രമേണ എൻ്റെ ബുദ്ധിയും മനസ്സും ഈ മർമ്മങ്ങൾ ഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സ്വർഗത്തിലെ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ എനിക്കും ഭാഗ്യം ലഭിക്കുകയാണ്. ദൈവം നമ്മെ അവൻ്റെ പുത്രിപുത്രന്മാരാക്കിയത് നമുക്ക് ഒരവകാശം തരാൻ വേണ്ടിയാണ്. എന്താണ് നമുക്ക് ദൈവത്തിലുള്ള അവകാശം? അത് ദൈവത്തിൻ്റെ തേജസ്സാണ്. ദൈവത്തിലുള്ള നമ്മുടെ അവകാശം അവൻ്റെ തേജസ്സാണെന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ദൈവത്തിലുള്ള നമ്മുടെ അവകാശം എന്താണ്? അത് ദൈവത്തിൻ്റെ തേജസ്സാണ്. ദൈവം തന്നെയാണ് ദൈവമക്കളുടെ യഥാർത്ഥമായിരിക്കുന്ന അവകാശവും അനുഗ്രഹവും. യേശുക്രിസ്തു മുഖാന്തരം ഇപ്പോൾ ദൈവം നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാൻ വേണ്ടിയാണ്. അനേകരും യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവ കുടുംബത്തിൽ അംഗമായി കഴിഞ്ഞെങ്കിലും പിതാവാം ദൈവത്തെ തിരിച്ചറിയുന്നതിൽ അവർക്ക് വലിയ പരാജയം സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ വ്യത്യസ്തമായ കാരണങ്ങൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് നാം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഒരുവൻ ദൈവ കുടുംബത്തിൽ വന്ന് സ്വർഗത്തിലെ ദൈവത്തെ അവൻ്റെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അനേകമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ആ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങളുടെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പ്രകാശനം വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാളെക്കുറിച്ച് ആകുല ചിത്തരാകാൻ കഴിയത്തില്ല. ഇന്നലകളെക്കുറിച്ച് നിങ്ങൾക്ക് നിരാശപ്പെടാൻ കഴിയത്തതുമില്ല. മാത്രമല്ല,
ഈ ഭൂമിയിൽ ആവശ്യമായ യാതൊരു നന്മകളെക്കുറിച്ചും നിങ്ങൾക്ക് ഭാരപ്പെടുവാൻ കഴിയത്തില്ല. കാരണം സ്വർഗത്തിലെ ദൈവം, സകല സൃഷ്ടികളുടെയും ഉടയവനായ സർവശക്തനായ ദൈവം നിങ്ങളുടെ പിതാവാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നാളെക്കുറിച്ച് ആകുല ചിത്തരാകാൻ കഴിയും? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നാം എന്തു തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. വാക്യം 32 പറഞ്ഞിരിക്കുന്നത്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നല്ലോ. അതായത് ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ജാതികളും സ്വർഗത്തിലെ പിതാവാം ദൈവത്തെ വെളിപ്പാടിനാൽ തിരിച്ചറിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നോർത്ത് ആകുല ചിത്തരായി തീരുന്നത് ഈ ലോകത്തിലെ ജനമാണ്. പക്ഷേ സ്വർഗീയ പിതാവിനെ തിരിച്ചറിഞ്ഞവർ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചോർത്തും ഭാരപ്പെടുന്നില്ല. കാരണം ഇതെല്ലാം നമുക്കാവശ്യമാണെന്ന് സ്വർഗീയ പിതാവ് അറിയുന്നു. മാത്രമല്ല, നാം ചോദിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് വചനം പറയുകയാണ്. സ്വർഗത്തിലെ ദൈവത്തെ പിതാവായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കും നാളെക്കുറിച്ചോർത്ത് ആകുല ചിത്തനാകാനോ ഭൗതികമായ ആവശ്യങ്ങളെക്കുറിച്ചോർത്ത് ഭാരപ്പെടുവാനോ കഴിയുന്നതല്ല. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മെ വിളിച്ച് അവൻ്റെ ദിവ്യശക്തിയാൽ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനമായി നൽകിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഭൗതിക ജീവിതത്തിനും ആത്മീക ജീവിതത്തിനും എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം തൻ്റെ ദിവ്യശക്തിയാൽ നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്രകാശനം വന്നാൽ നമുക്കെങ്ങനെ നാളെക്കുറിച്ച് ഭാരപ്പെടാൻ കഴിയും? നമുക്കെങ്ങനെ ആകുല ചിത്തരാകാൻ കഴിയും? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും ആകുല ചിത്തരാകരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നോക്കുക, സ്വർഗസ്ഥനായ പിതാവാം ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ദൈവമായതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുല ചിത്തരാകണ്ട എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെക്കുറിച്ച് ഒരു ഭാരവുമില്ല. അവരുടെ ആഹാരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ യാത്രകളെക്കുറിച്ചോ അവർക്കൊന്നിനെയും കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. അവർ ഭാരപ്പെടേണ്ട ഒരാവശ്യമില്ല. അവർ ഭാരപ്പെടാറുമില്ല. എന്താ കാരണം? അവർക്ക് അവരുടെ പിതാവിനെ അറിയാം. അപ്പനെ അറിയുന്ന മക്കൾക്ക് ഈ ഭൂമിയിൽ യാതൊന്നിനെയും കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ഭാരപ്പെടുവാൻ തോന്നിയാൽ പോലും അവർക്ക് ഭാരപ്പെടുവാനും നിരാശപ്പെടുവാനും ആകുല ചിത്തരാകാനും കഴിയത്തില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തെ നിങ്ങൾ പിതാവായി തിരിച്ചറിയുമ്പോൾ ഇത്ര വലിയ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കുകയാണ്. ആ സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ പിതാവിൻ്റെ സമാധാനം അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ നൽകി നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും കാക്കുകയും വാഴുകയും ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങളുടെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വളരെ പ്രകടമായ മറ്റൊരു മാറ്റം, ഈ സ്വർഗീയ പിതാവിങ്കലേക്ക് അടുത്തു വരുവാൻ യേശുക്രിസ്തു ഒഴികെ മറ്റൊരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല എന്നുള്ള ബോധ്യമാണ്. അതായത് യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ വഹിച്ചു, നിങ്ങൾക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം അനുഭവിച്ചതുകൊണ്ട്
നിങ്ങൾക്ക് ഇനിമേൽ പാപമില്ല, പാപത്തിൻ്റെ ന്യായവിധിയില്ല. ദൈവം തൻ്റെ നീതി നിങ്ങൾക്ക് ദാനമായി തന്ന് നിങ്ങളെ നീതീകരിച്ച് നിങ്ങളുടെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് നീതിമാനായി പ്രഖ്യാപിച്ച് നിങ്ങളെ തൻ്റെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദൈവകൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാൻ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവും യേശു എന്ന മഹാപുരോഹിതനും നിങ്ങളെ സദാ സഹായിക്കുകയാണ്. ഈ ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയോട് അടുത്ത് വരുവാൻ ഇടയായിത്തീരുകയാണ്. എൻ്റെ മക്കൾക്ക് എൻ്റെ അടുക്കൽ വരുവാനും സ്നേഹ സംഭാഷണങ്ങളിൽ ഏർപ്പെടുവാനും അവരുടെ അമ്മയുടെയോ മറ്റ് സഹോദരങ്ങളുടെയോ അങ്കിൾമാരുടെയോ അയൽക്കാരുടെയോ ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല, ആരുടെയും റെക്കമെൻഡേഷൻ്റെ ആവശ്യവുമില്ല. കാരണം അവർക്കറിയാം ഞാൻ അവരുടെ പിതാവാണെന്ന്. ആ ബോധ്യം ഉള്ള കാലത്തോളം പിതാവാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യം ഉണ്ടാകുന്നതല്ല. സ്വർഗത്തിലെ ദൈവത്തെ നമ്മുടെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സമൂലമായ ഒരു മാറ്റം നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ സംഭവിക്കും. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന മുഴുവനും കേന്ദ്രീകൃതമായിരിക്കുന്നത് സ്വർഗീയ പിതാവിങ്കിലേക്ക് മാത്രമാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പിതാവാം ദൈവത്തോട് മാത്രമേ ഇനി അവന് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന സ്വർഗീയ പിതാവിനോട് മാത്രമാണെന്ന് യേശു കർത്താവ് വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിവേദന പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ഒരു കാര്യം തന്നെ അനേക പ്രാവശ്യം ആവർത്തിക്കുന്നതിനും ഒരവസാനമുണ്ടാകും. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ജാതികളുടെ ചിന്ത ഇങ്ങനാണ്: ഒരു ആവശ്യത്തിനു വേണ്ടി ഒരു വിഷയം 1000 പ്രാവശ്യമോ 10,000മോ 1,00,000മോ ഒക്കെ ആവർത്തിച്ചുരുവിട്ടാൽ ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമെന്നാണ്. പക്ഷേ കർത്താവ് പറയുന്നത്, നിങ്ങൾ അവർക്ക് തുല്യരാകരുത്. നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് സ്വർഗസ്ഥനായ പിതാവിനറിയാം. അതുകൊണ്ട് ഒരാവശ്യത്തിനു വേണ്ടി നിരന്തരമായി ആവർത്തിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവത്തെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അതിഭാഷണങ്ങളും ജൽപ്പനങ്ങളും പ്രാർത്ഥനയിൽ നിശ്ചയമായിട്ടും അവസാനിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഹൃദയത്തിൽ വലിയ വിശ്വാസമുണ്ടാകും. നിങ്ങൾ ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയാണ്. മാത്രമല്ല, നിങ്ങളുടെ നിവേദന പ്രാർത്ഥനയിൽ, അതായത് ആവശ്യങ്ങൾക്കു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ ഇനിമേൽ കണ്ണുനീരും നിലവിളിയും ഉണ്ടാകത്തില്ല. ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് ബോധ്യം വന്നാൽ നിങ്ങളുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കിനി കരയാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. എൻ്റെ മക്കൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞാൽ അതെൻ്റെ ഹൃദയം തകർക്കുന്ന കാര്യമാണ്. എൻ്റെ മക്കൾ എൻ്റെ വീട്ടിൽ കരയുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയാണ്, അവർക്ക് നന്മകൾ കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സ്വർഗീയ ദൈവത്തെ പിതാവായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഇനി അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും ആവശ്യമുണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ നിശ്ചയമായും അറിയേണ്ടതാണ്.
മാത്രമല്ല, നിവേദന പ്രാർത്ഥനകളിൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഇനി ഉപവാസത്തിൻ്റെ ആവശ്യവുമില്ല. സ്വർഗത്തിലെ ദൈവത്തെ പിതാവായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ പിതാവിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം കിടക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ചാൽ, അല്ലെങ്കിൽ സത്യാഗ്രഹം കിടന്നാൽ, അതെനിക്ക് സഹിക്കുന്നതിനും അപ്പുറമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. സ്വർഗത്തിലെ ദൈവത്തെ പിതാവായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കേണ്ട ആവശ്യം വരുത്തില്ല. എന്നാൽ പക്ഷവാത പ്രാർത്ഥനയിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉപവാസങ്ങൾ ഉണ്ടാകും. കണ്ണുനീരും നിലവിളിയും വലിയ ഭാരമൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് നിശ്ചയമായിട്ടും അറിയാം. എന്നാൽ നിവേദന പ്രാർത്ഥനയിൽ, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അവനിനി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഉപവാസത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും ആവശ്യമില്ല. മാത്രമല്ല, സ്വർഗത്തിലെ ദൈവത്തെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലുള്ള ആ ഔപചാരികതയ്ക്ക് വലിയ മാറ്റം വരും. എഴുതി വച്ചുള്ള പ്രാർത്ഥന അവസാനിച്ചിരിക്കും. 2, പ്രാർത്ഥനയിലുള്ള ഭാഷാ ശൈലിക്ക് മാറ്റം വരും. ഇപ്പോഴുപയോഗിക്കുന്ന സാഹിത്യ വാക്കുകളും വാചക കസർത്തുകളുമെല്ലാം പ്രാർത്ഥനയിൽ നിന്ന് സമ്പൂർണ്ണമായി മാറിപ്പോകും. പ്രാർത്ഥനയുടെ ടോണിന് വ്യത്യാസം വരും. നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോണിലല്ലല്ലോ പ്രാർത്ഥിക്കുമ്പോഴുള്ള ടോണും ആ രീതികളൊക്കെ. അതെല്ലാം മാറ്റം വന്ന് ഒരു കുഞ്ഞ് തൻ്റെ അപ്പനോടെങ്ങനെ വർത്തമാനം പറയുമോ ആ രീതിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവത്തെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആരാധനയിൽ വലിയ മാറ്റമുണ്ടാകും. പാട്ടുകൾക്ക് വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ ആരാധന മുഴുവനും ലക്ഷ്യം വെക്കുന്നത് സ്വർഗീയ പിതാവിങ്കിലേക്ക് മാത്രമായിരിക്കും. ആരാധനയിൽ ദൈവത്തിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ഒക്കെ നാം പ്രഖ്യാപിക്കും. അവൻ്റെ സർവശക്തിയും വിശുദ്ധിയും നീതിയും ഒക്കെ നാം പ്രഖ്യാപിക്കുമെങ്കിലും ആ പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് നാം വളർന്നു വരുമ്പോൾ, ആരാധനയുടെ അടുത്ത തലങ്ങളിലേക്ക് മാറ്റപ്പെടുമ്പോൾ, ആ സ്വർഗീയ പിതാവിനെ ദർശിക്കുകയും ആ പിതാവുമായുള്ള ഇൻറ്റിമസിയിലേക്ക്, ഗാഢമായ ബന്ധത്തിലേക്ക് നിങ്ങളുടെ ആരാധന മാറ്റപ്പെടുകയും ഈവൻ നിങ്ങളുടെ പാട്ടുകൾ പോലും ആ തരത്തിലേക്ക്, ആ ഇൻറ്റിമസി വർഷിപ്പിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങളുടെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ശത്രുവിനെക്കുറിച്ച് ഭയപ്പെടുകയില്ല. അത് ആത്മീയ ശത്രുക്കളാണെങ്കിലും ഭൗമിക ശത്രുക്കളാണെങ്കിലും നിങ്ങൾ പിന്നെ ഒരു ശത്രുവിനെയും ചൊല്ലി ഭയപ്പെടത്തില്ല. കാരണം അവൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പിതാവാണ്. നിങ്ങൾ പിശാചിനെക്കുറിച്ച് ഒരു തരത്തിലും ഭയപ്പെടുകയില്ല. ഈവൻ നിങ്ങൾ പാപത്തിൽ വീണു പോയാൽ പോലും പിശാചിന് നിങ്ങളുടെ മേൽ ഇനി ഒരു പ്രവൃത്തിയും ഒരധികാരവുമില്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. എൻ്റെ മകൻ തെറ്റ് ചെയ്താൽ ആ തെറ്റ് പരിഹരിക്കുന്നത് അവൻ്റെ അപ്പനായ ഞാനാണ്. അയൽക്കാരന് അതിനകത്ത് ഇടപെടുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. നിങ്ങൾ പാപത്തിൽ വീണുപോയാൽ ആ പാപത്തെ പരിഹരിക്കുന്നത് പിശാചല്ല, സ്വർഗത്തിലെ നിങ്ങളുടെ അപ്പനായതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ശത്രുവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു വലിയ സെക്യൂരിറ്റി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷകളിലും നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും ബിസിനസ്സിലും എന്നു വേണ്ട എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒരു വലിയ സെക്യൂരിറ്റി നിങ്ങളുടെ അകത്ത് അനുഭവിക്കാനായിട്ട് കഴിയും.
സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങളുടെ പിതാവായി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ദിവ്യ സ്വഭാവം നിങ്ങളിലേക്ക് വരുവാൻ തുടങ്ങുകയും അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളികളായിത്തീരുകയും മാത്രമല്ല, സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആയി മാറ്റപ്പെടുകയും ചെയ്യും. അതിലുപരിയായി ആ പിതാവിൻ്റെ ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ തുടങ്ങും. ഫാദേഴ്സ് ഹാർട്ട്, സ്വർഗത്തിലെ അപ്പൻ്റെ ഹൃദയം നിങ്ങളിലേക്ക് വരുവാൻ തുടങ്ങും. മറ്റുള്ളവരോട് ഒരു പുതുഹൃദയത്തോടെ സമീപിക്കുവാനും അവരെ സഹായിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് ഇടയായിത്തീരും. സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന മക്കളായി മാറ്റപ്പെടുവാൻ അവൻ്റെ പുതുഹൃദയം നിങ്ങളിൽ പൂർണ്ണമായി വെളിപ്പെടാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന പുത്രത്വ ജീവിതം. സ്വർഗത്തിലെ പിതാവാം ദൈവത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ പുത്രത്വ പദവിയിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരികയാണ്. നിങ്ങളെ നോക്കുന്ന മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങളിൽ വെളിപ്പെടുന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിയുകയാണ്, അവൻ്റെ വിശുദ്ധിയെ തിരിച്ചറിയുകയാണ്, അവൻ്റെ തേജസ്സിനെ നിങ്ങളിലൂടെ പ്രകടമാക്കുവാൻ നിങ്ങളെ അവൻ സഹായിക്കുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം.
പുതു ജെറുസലേ നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ പുതു ജെറുസലേ നഗരമതിൻ